ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ വളരെ കുറച്ച് മാധ്യമപ്രവർത്തകരായിരിക്കും ഈ രാജ്യത്ത് സന്തോഷിച്ചിട്ടുണ്ടാവുക. കാരണം ഈ ന്യൂസ് ഇന്ത്യ മലയാളം പലപ്പോഴായി അരവിന്ദ് കെജ്രിവാൾ അകത്തേക്ക് പോകുമെന്ന് വളരെ ഉറപ്പിച്ച് വാർത്ത ചെയ്ത ചുരുക്കം ചില ചാനലുകളിൽ ഒന്നാണ്. അന്ന് ആ വാർത്തയുടെ താഴേക്ക് അനവധി പേർ കമൻറ്റുമായി എത്തിയിരുന്നു. നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എന്നാണ്. കാരണം നമുക്ക് മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനത്തിൽ ഇടുന്ന സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വാർത്തകൾ ചെയ്യുന്നത്. ആ സോഴ്സുകൾ കൃത്യവും വ്യക്തവുമായിരുന്നു. പക്ഷേ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം നിലനിച്ചിരുന്നത്. കാരണം സ്വാഭാവികമായി തന്നെ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരു നിയമം തന്നെയാണുള്ളത്. 9 തവണ സമൻസ് മടക്കുന്ന ഒരാളെ ഏതായാലും പൂവിട്ട് പൂജിക്കാൻ ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല. സ്വാഭാവികമായി തന്നെ അറസ്റ്റിലേക്ക് അത് നീങ്ങും. കോടതി അത് വ്യക്തമായി സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ അകത്തേക്ക് പോയി. ഫെബ്രുവരി 1 ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ ഞങ്ങൾ സമഗ്രമായ ഒരു വാർത്ത ചെയ്യുകയുണ്ടായി. അതായത് ഇനി അകത്തേക്ക് പോകാൻ ഊഴം കാത്തിരിക്കുന്ന 10 നേതാക്കളെക്കുറിച്ചും അവരഭിമുഖീകരിക്കുന്ന കേസുകളെക്കുറിച്ചും അവരുടെ കേസ് എന്ന് ആരംഭിച്ചു എന്നതിനെക്കുറിച്ചും. ഏതായാലും ആ വീഡിയോ ഇന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ പഴയ വീഡിയോയുടെ ലിങ്ക്, അതായത് ഫെബ്രുവരി 1 ഇട്ട ആ വാർത്തയുടെ ലിങ്ക് ഞങ്ങൾ ഈ വാർത്തയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അടുത്തത് തന്നെ അകത്തേക്ക് പോകാനുള്ള 10 നേതാക്കൾ, പ്രമുഖരായ 10 നേതാക്കൾ ആരാണെന്നും അവരുടെ കുറ്റങ്ങൾ എന്താണെന്നും ഏത് വർഷമാണ് അവരുടെ കേസ് തുടങ്ങിയതെന്നും അതിൽ നരേന്ദ്രമോദിക്കോ BJPക്കോ എന്ത് റോളാണെന്നുള്ളതും ഒക്കെ വളരെ സമഗ്രമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പ്രിയപ്പെട്ട പ്രേക്ഷകരും കാണാം. ഏതായാലും നമ്മളിന്ന് അതിനെക്കുറിച്ചല്ല പറയുന്നത്. കാരണം ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അകത്താകുമ്പോൾ രാജ്യത്തെ ചില മുഖ്യന്മാർ കിടുകിട വിറയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം. കാരണം ഈ കെജ്രിവാൾ അകത്തായതിന് തൊട്ടു പിന്നാലെ BJPയുടെ 2 സംസ്ഥാന അധ്യക്ഷന്മാർ നടത്തിയ ഒരു പ്രസ്താവനയാണ്. അത് ഒന്ന് പശ്ചിമ ബംഗാളിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, മറ്റൊന്ന് പഞ്ചാബിലെ BJP സംസ്ഥാന അധ്യക്ഷൻ. ഇവർ 2 പേർ പറഞ്ഞത് വളരെ കാലിക പ്രസക്തമായ ഒരു കാര്യമാണ്. അവർ പറഞ്ഞത് ഇപ്പോൾ രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ അരങ്ങേറുന്ന ആ നാടകം പശ്ചിമ ബംഗാളിലേക്ക് വരാൻ അധികം സമയം വേണ്ടിവരില്ല എന്ന്. കാരണം മമതയും സമാനമായ കേസിനെ അഭിമുഖീകരിക്കുകയാണ്. EDയും CBIയും ഒക്കെ കയറി നിറങ്ങാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ കേസല്ലാകുന്നുകൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഏതായാലും മമതയ്ക്ക് തൊട്ടു പിന്നാലെ പഞ്ചാബിൽ നിന്ന് തന്നെയാണ് അടുത്ത വാർത്തയും വരുന്നത്. കാരണം അവിടുത്തെ മദ്യനയത്തിലും കേജ്രിവാളിൻ്റെ ഈ കോഴയുമായി അടുത്ത ബന്ധമുണ്ടായെന്നാണ് പുറത്തു വരുന്ന വിവരം. അതും അന്വേഷണ വിധേയമാക്കണമെന്ന് അവിടുത്തെ സംസ്ഥാന BJP അധ്യക്ഷൻ പറയുകയും ചെയ്തു. ഏതായാലും വളരെ തമാശ നിറഞ്ഞ ഒരു കാര്യം, ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ നമ്മുടെ മലയാള മാധ്യമങ്ങളടക്കം പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആ അഴിമതിയുടെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറസ്റ്റ് എന്ന്. വളരെ തമാശ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. വളരെ രസകരമായ കാര്യം. കാരണം ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞിട്ട് ഏതാണ്ട് 1-1.5 ആഴ്ചയാവുന്നുള്ളൂ. ഈ കേജ്രിവാളിന് സമൻസ് വന്നു തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. ഏതാണ്ട് ഞങ്ങൾ തന്നെ കേജ്രിവാൾ അകത്താകുമെന്ന് പറഞ്ഞ് വാർത്ത ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 മാസമാകുന്നു. ഏതായാലും ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെത് ഈ അടുത്ത് സുപ്രീം കോടതി വന്നപ്പോഴാണ് അത് വലിയൊരു വിവാദത്തിലേക്ക് നീങ്ങുന്നത്. പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്നത് മോദി 6660 കോടി രൂപ ഈ ബോണ്ട് വഴി ശേഖരിച്ചു, അത് വലിയ അഴിമതിയാണ്. ഈ ബോണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഈ വാങ്ങിയ പണത്തിൻ്റെ കണക്കേ ഉണ്ടാകുമായിരുന്നില്ല. ആ ബോണ്ട് ഉള്ളത് കൊണ്ടാണ് വാങ്ങിയ പണത്തിൻ്റെ കണക്ക് വന്നതും ആർക്കൊക്കെ എത്ര തുക വെച്ച് നൽകി എന്നുള്ളതിൻ്റെ കണക്ക് പുറത്തു വന്നത്. അതിനു മുമ്പ് ഈ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവനയ്ക്ക് യാതൊരു കണക്കും ഉണ്ടായിരുന്നില്ല. അത് ബക്കറ്റിൽ വാങ്ങുന്നവരുണ്ട്, പോക്കറ്റിൽ വാങ്ങുന്നവരുണ്ട്, പല രീതിയിൽ വാങ്ങുന്നവരുണ്ട്, സ്ഥലമായി പോലും വാങ്ങുന്നവരുണ്ട്. ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഇത് എത്ര തുകയാണ് ഓരോ പാർട്ടിക്കും ലഭിച്ചതെന്നും അത് സുതാര്യമായി തന്നെ, അതായത് കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഇത് കൊണ്ടുവന്നത്. അത് ആ ഒരു ഭാഗത്തിൽ അവർ വിജയിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു ഫണ്ട്, ഇല്ലെങ്കിൽ ആ ബോണ്ടിൻ്റെ ഇത് മറയ്ക്കാനാണ് ഇപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണം ഇതൊന്നുമല്ല, 100 കോടി രൂപയുടെ അഴിമതിയാണ്. ഇതിൽ കേജ്രിവാളിനൊപ്പം തന്നെ പ്രതിപ്പട്ടികയിലുള്ള സിസോദിയ, അതായത് ആം ആദ്മി പാർട്ടിയുടെ തല എന്ന് പറയുന്ന സിസോദിയ അകത്ത് പോയിട്ട് പുറത്ത് വന്നിട്ടില്ല, പുറം വെളിച്ചം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ചന്ദ്രശേഖർ റാവു, തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ K. കവിത, ഇന്നും കോടതിയിൽ പോയിട്ട് ജാമ്യം ലഭിച്ചിട്ടില്ല. അതായത് ഈ കേസിൽ ഉൾപ്പെട്ട 15 പേർ ഇപ്പോഴും പുറം വെളിച്ചം കാണാതെ അകത്ത് കിടക്കുമ്പോഴാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരനെന്ന് കരുതപ്പെടുന്ന ഒരാൾ ഈ നിയമ സംവിധാനത്തെ രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് EDയുടെ അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമില്ലെന്ന്, താൻ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ഇത് വെള്ളരിക്ക പട്ടണമല്ല എന്ന് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു റാലിയിൽ അദ്ദേഹം പറയുകയുണ്ടായി, തെരഞ്ഞെടുപ്പും മറ്റും വിഷയമല്ല, കാരണം ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും,
അഴിമതിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കർശന നടപടിയിലേക്ക് പോകും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷം വലിയ ആയുധമാക്കി ചില ബഹളങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ ചില കോലാഹലങ്ങളും വെള്ളപൂശലും തുടങ്ങിയിരിക്കുന്നു. വെള്ളപൂശാൻ നിന്നാൽ ഈ അടുത്ത കാലത്തൊന്നും വെള്ളപൂശി തീരില്ല. ഒരു കേജ്രിവാൾ ഒതുങ്ങുന്നതല്ല പലതും അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. സ്റ്റാലിൻ്റെ അഴിമതിയുടെ ഒരറ്റം മാത്രം പുറത്ത് വന്നപ്പോൾ 1,60,000 കോടിയുടെ അഴിമതി ആരോപണം അന്വേഷണമാണ് ഒരു വഴിക്ക് നടന്നു വരുന്നത്. ഒപ്പം തന്നെ മമതയുടെ, DK ശിവകുമാറിൻ്റെ ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന ലേറ്റസ്റ്റ് സംഭവം ഭഗത് സിംഗ് മാൻ്റെ, അതായത് ഇവിടെ പഞ്ചാബ് മുഖ്യമന്ത്രിയുടേതാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കേരള മുഖ്യൻ്റെ അനവധി കേസുകളും വേറൊരു വഴിക്ക് കിടക്കുന്നു. അതായത് ED-യിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന കേസുകൾ, അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകൾ. ഏതായാലും എടുകുടുക്കെ ചോറും കറി എന്ന് പറയുന്നത് പോലെ നമ്മുടെ പോലീസ് സംവിധാനം പോലത്തെ ഒരു സംവിധാനമല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ. അവർ ഈ അന്വേഷണം തുടങ്ങുകയും അതിൻ്റെ തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം ഒരുപാട് കാലങ്ങൾ എടുത്തിട്ട് തന്നെയാണ് അറസ്റ്റിലേക്കും മറ്റു നടപടികളിലേക്കും പോകുന്നത്. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാർക്കെല്ലാം BJP മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. കാരണം എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും ഇത്തരത്തിൽ സംഭവിക്കാം. അതിനെ ഫാസിസമെന്നോ സ്വേച്ഛാധിപത്യമെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. കക്കുമ്പോൾ ഓർക്കണം ഒരു നാൾ പിടിയിലാകുമെന്ന്. കക്കാതെ മുൻപോട്ട് പോയാൽ അധിക നാൾ നിൽക്കാനും കഴിയും. BJPയുടെ മുഖ്യമന്ത്രിമാരൊന്നും നിലവിൽ ഒരു അഴിമതി കേസിൽ പെട്ടിട്ടില്ല. അപ്പോൾ പറയും BJP ഭരിക്കുന്നതുകൊണ്ടാണെന്ന്. ഒരിക്കലും BJP ഭരിക്കുന്നതുകൊണ്ട് അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ മമതയുടെ കേസായാലും മുമ്പ് ലല്ലു പ്രസാദ് യാദവിൻ്റെ കേസായാലും ഒക്കെ പൊക്കിക്കൊണ്ടുവന്നത് BJP ആയിരുന്നില്ല, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളായിരുന്നു എന്നുകൂടി ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേജ്രിവാളിൻ്റെ ചില ഗീർവാണങ്ങളും അതിന് കൈയടിക്കുന്ന ചിലരെയും കാണാൻ കഴിഞ്ഞു. അതായത് ജയിലിൽ കിടന്നും ഭരിക്കുമെന്ന് ഇതുപോലെ പറഞ്ഞൊരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. ബീഹാറിൻ്റെ തലതൊട്ടപ്പനായ ലാലു പ്രസാദ് യാദവ്. അതായത് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഹിന്ദു വിരുദ്ധരായവരുടെ മിശിഹായ ലാലു പ്രസാദ് യാദവ് അന്ന് പറഞ്ഞത് താൻ ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുമെന്ന്. അദ്ദേഹം ഭരിച്ചില്ല. പകരം അദ്ദേഹത്തിൻ്റെ ഭാര്യ റാബറി ദേവിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് 9 കേസാണ്. കേവലം 3 കേസിൽ വിധി വന്നപ്പോൾ തന്നെ ലല്ലു പ്രസാദ് യാദവ് എത്ര കൊല്ലം അകത്ത് കിടന്ന് ഭരിക്കാനായോ എന്നും നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും നിയമ സംവിധാനവും ശക്തമാണ്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായാലും ഇനി ഏതെങ്കിലുമൊക്കെ സാമ്പത്തിക വിദഗ്ധനുമായാലും മുൻപോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിലുമുണ്ട് ED-യൊക്കെ കിടന്ന് വെല്ലുവിളിക്കുന്നവർ. അവർക്കൊക്കെ മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലാണ്. അധികം വൈകാതെ ഓരോരുത്തരായി വരിയായിട്ട് പോകും. ഏതായാലും കേന്ദ്രം കേരളത്തിന് അനവധി സഹായങ്ങൾ നൽകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ അടുത്ത 2-3 കെട്ടിടങ്ങളുടെ പണിയും അവസാന ഘട്ടത്തിലാണ്. അതിലൊന്ന് NIA-യുടെ ഒരു ആസ്ഥാനം കേരളത്തിലേക്ക് എത്തുന്നു, എറണാകുളത്താണ്. മറ്റൊന്ന് ED-യുടെ ഓഫീസും ഉയർന്നു വരികയാണ്. വലിയ രീതിയിലുള്ള കെട്ടിടങ്ങളും മറ്റും ഈ ഒരു സാമ്പത്തിക മാന്ദ്യത്തിൽ ഉയർന്നു വരുന്നില്ലെങ്കിൽ പോലും ഇത്തരം കെട്ടിടങ്ങൾ ധാരാളമായി വരുന്നു. ഒരുപക്ഷെ ED-യുടെയും NIA-യുടെയും ഒക്കെ ആസ്ഥാനം തന്നെ ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് മാറ്റിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം അമ്മാതിരി കേസാണ് ഇവിടെ കിടക്കുന്നത്. അതിൻ്റെ ഒരു തുമ്പ് പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അന്വേഷണ ഏജൻസികൾ. അധികം വൈകാതെ വീശിയടിക്കും. ഇത് അഴിമതി കാണിക്കുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണ്. തെരഞ്ഞെടുപ്പായാലും മഹാമാരി ആയാലും അഴിമതി കാണിച്ചവനെ പൊക്കി അകത്തിടുമെന്നുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഭരണകൂടത്തിൻ്റെ ഒരു താക്കീത് മാത്രമാണിത്. ഇത് ന്യൂസ് വളരെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.